സ്നേഹപൂർവ്വം ക്ഷമ സീരിയലിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ഉർവശിയുടെ ഫോണിലേക്ക് ഗൗതം വിളിക്കുവാണ് കേട്ടോ. ഗൗതത്തിൻ്റെ കോൾ കാണുന്നതും ഉർവശി വേഗം തന്നെ ഫോൺ എടുക്കുക. എടാ ഗൗതം, എത്ര ദിവസം ഇനി ഒന്ന് വിളിച്ചിട്ട്? നിനക്ക് ഇപ്പോഴെങ്കിലും എന്നെ ഒന്ന് വിളിക്കാൻ തോന്നിയല്ലോ. ഇവിടെ നടക്കുന്ന കാര്യങ്ങളൊക്കെ നീ അറിയുന്നുണ്ടോ? മുത്തശ്ശീനെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയ കാര്യങ്ങളല്ലേ, അതൊക്കെ ഞാൻ അറിഞ്ഞു. അന്നേരം ഉർവശി പറയണേ, എടാ ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഈ പ്രിയങ്ക അവൾ നേരായ ബുദ്ധിയോടെ ചന്ദ്രശേഖരേട്ടൻ ഒരു കുറ്റവും ചെയ്തിട്ടില്ലെന്ന് കോടതി വന്ന് സാക്ഷി പറഞ്ഞു കഴിഞ്ഞാൽ ചന്ദ്രേട്ടനെ നമുക്ക് പുറത്തിറക്കാൻ പറ്റുമോ? പിന്നല്ലാതെ പ്രിയങ്ക അങ്ങനെ ഒരു മൊഴി കൊടുത്താൽ അച്ഛന് നിഷ്പ്രയാസം പുറത്തെടുക്കാമല്ലോ. പക്ഷെ എന്ത് ചെയ്യാനാ, അവൾക്കിപ്പോൾ ബുദ്ധിക്ക് സ്ഥിരതയില്ലാതായി പോയില്ലേ? അന്നേരം ഉർവശി വരണേ, എന്നാൽ നീ കേട്ടോ, അവളുടെ ബുദ്ധിക്ക് ഒരു കുഴപ്പമില്ല, എല്ലാം അവളുമായിട്ട് മുത്തശ്ശൻ ചേർന്ന് നടത്തിയ നാടകമായിരുന്നു. അന്ന് എന്തൊക്കെയാണ് പറയുന്നത്? അതേടാ, ഞാൻ പറഞ്ഞത് സത്യമോ? ഈ വീട്ടിലുള്ള എല്ലാവരും കൂടിയേ അത് അവളെ കൊണ്ട് തന്നെ പറയിച്ചു. അവൾ തന്നെ സമ്മതിച്ചു അവൾ ഇത്ര നാൾ ബുദ്ധിയില്ലാത്ത പോലെ അഭിനയിച്ചതാണെന്ന്. അവൾക്കിപ്പോൾ നേരായ ബുദ്ധിയുണ്ട്. അപ്പോൾ അവൾ വന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചന്ദ്രേട്ടനെ പുറത്തിറക്കാൻ പറ്റില്ലേ? പിന്നല്ലാതെ പറ്റുമമ്മേ, പ്രിയങ്കയുടെ ഒരൊറ്റ വാക്ക് മാത്രം മതി. എന്നാലും അവരിത്രയും നാളും നമ്മളെല്ലാവരും പറ്റിച്ചില്ലേ? ബുദ്ധിയില്ലാത്തവളാണെന്ന് പറഞ്ഞ് അച്ഛൻ ഇത്രയും നാൾ അവൾ ജയിലിൽ കിടത്തിയില്ലേ? അവളൊരു പഠിച്ച കളി തന്നെയാണ്. നീ പറഞ്ഞത് ശരിയാ മോനെ. എങ്ങനെയെങ്കിലും ചന്ദ്രേട്ടനെ ഒന്ന് പുറത്തിറക്കണം. എത്ര നാളായി നിൻ്റെ അച്ഛൻ ജയിലിൽ കിടക്കുന്നു. ഞാനിവിടെ നിൽക്കുന്നതേ ഉള്ളൂ. എല്ലാവരുടെയും മുമ്പിൽ ഒരു പട്ടിയുടെ വില പോലും എനിക്കില്ല. എല്ലാവരുടെ പരിഹാസങ്ങളും കുത്തുവാക്കുകളും കേൾക്കാനായിട്ടാണ് ഞാനിവിടെ നിൽക്കുന്നത്. അന്നേരം ഗൗതം പറയണേ, അമ്മേ നമ്മുടെ സങ്കടം എല്ലാം മാറും അമ്മേ. അമ്മേനെ ഉണ്ടല്ലോ ഇപ്പോൾ പരിഹസിക്കുന്നവരെല്ലാവരും അച്ഛൻ്റെ തിരിച്ചുവരവോടുകൂടി ഞങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളിൽ ചങ്കുപൊട്ടി തല താഴ്ത്തി അമ്മയുടെ മുമ്പിൽ അടിമകളെപ്പോലെ നിൽക്കും. അതിനുള്ള കാര്യങ്ങളെല്ലാം ഞാനും അച്ഛനും CI സാറും കൂടി ചേർന്ന് തുടങ്ങി വെച്ചിട്ടുണ്ട്. പ്രിയങ്ക മൊഴി കൊടുത്തു കഴിഞ്ഞാൽ ഉടനെ തന്നെ അടുത്ത നിമിഷം തന്നെ അച്ഛൻ പുറത്തിറങ്ങും. അച്ഛനൊന്ന് പുറത്തേക്ക് ഇറങ്ങിക്കോട്ടെ. പിന്നീട് നമ്മളെ കണിമംഗലം മുഴുവൻ വെട്ടിപ്പിടിച്ചിരിക്കും. നമ്മൾ ദ്രോഹിച്ച എല്ലാത്തിനോടും പ്രതികാരം വീട്ടിയിരിക്കും. കണിമംഗലത്തെ മുച്ചൂട് മുടിക്കാൻ വേണ്ടിയിട്ടുള്ള ചില കാര്യങ്ങൾ ഞങ്ങൾ തുടങ്ങി വെച്ചിട്ടുണ്ട്. അമ്മ ധൈര്യമായിട്ടിരിക്കും. അച്ഛനൊന്ന് പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ 3 പേരുമായിരിക്കും കണിമംഗലത്തിൻ്റെ അവകാശികൾ. അങ്ങനെ ഗൗതമിൻ്റെ ആ വാക്കുകളൊക്കെ കേട്ട് സന്തോഷത്തോടു കൂടി നിൽക്കുവാണ് കേട്ടോ ഉർവശിയും. ഈ സമയം ഗൗതം പറയണേ, എന്നാണെങ്കിലും ഞാൻ ഈ വിവരം ഉടനെ തന്നെ CI സാറിനെ വിളിച്ച് പറയട്ടെ. എന്നിട്ട് നമ്മൾ ഇത്ര നാൾ പറ്റിച്ച പ്രിയങ്കയ്ക്കിട്ടൊരു പണി കൊടുത്ത് അവളെ കൊണ്ട് സത്യങ്ങളൊക്കെ തുറന്ന് പറയിപ്പിക്കണം. അമ്മ ധൈര്യമായിട്ട് ഫോൺ വെച്ചോ. ബാക്കി കാര്യം ഞാൻ CI സാറും കൂടി ചെയ്തേക്കാം. അങ്ങനെ ഉർവശി ഫോൺ കട്ട് ചെയ്യുവാണ്. പിന്നീട് കാണിക്കുന്നത് മുത്തശ്ശിയുടെ കാലൊക്കെ മസാജ് ചെയ്തുകൊണ്ടിരിക്കുന്ന രാധികനെയാണ് കേട്ടോ. മരണ അരികിലുണ്ടാവും. അന്നേരം മുത്തശ്ശി പറയുന്നുണ്ട്, എൻ്റെ മോളെ നീ കുറേ നേരമല്ലോ കാല് മസാജ് ചെയ്യാൻ തുടങ്ങിയിട്ട്. മതിയെന്നേ, എനിക്കങ്ങനെ വേദനയൊന്നുമില്ല. എന്നാലും മുത്തശ്ശി ഇന്ന് കുറേ നേരം ആ സ്റ്റേഷനിലെ വെറും തറയിൽ കിടന്നതല്ലേ, അതിൻ്റെ ദേഹം വേദനയൊക്കെ ഉണ്ടാവും. എനിക്കിത് ചെയ്യുന്നതിൽ ഒരു കുഴപ്പമില്ല. ഞാൻ എത്ര നേരം വേണമെങ്കിലും ചെയ്തോളാം. എടി മോളെ, അങ്ങനെയുള്ള ഒരു കാര്യങ്ങളും കൊണ്ടും എൻ്റെ മനസ്സിനെയോ ശരീരത്തെയോ തളർത്താൻ പറ്റില്ല. ഈ കണിമംഗലത്തെ ജയഭാരതി ഉണ്ടല്ലോ, ഒരിക്കൽ വാർത്ത മനസ്സുള്ളവളാണ്. ഈ സമയം വരനാണെങ്കിൽ ഒന്നും മിണ്ടാതെ സങ്കടപ്പെട്ടിരിക്കുക. അത് കാണുമ്പോൾ ജയഭാരതി അമ്മ ചോദിക്കണേ, എന്താ ഇവൻ ഇങ്ങനെ? എടാ വരണേ, നീ ഇങ്ങനെ സങ്കടപ്പെട്ടിരിക്കല്ലേ മോളെ, നീ ഒന്ന് പറ. അങ്ങനെ പറഞ്ഞ വരണിൻ്റെ മുഖം പൊക്കി നോക്കുമ്പോഴായിരിക്കോട്ടോ വരണിൻ്റെ കണ്ണുകളൊക്കെ നിറഞ്ഞ് കണ്ണിൽ നിന്ന് ഇങ്ങനെ വെള്ളമൊഴുകുവാണ്. അതുകൊണ്ട് മുത്തശ്ശി പറഞ്ഞേ, എടാ നീ എന്തിനാണ് ഇങ്ങനെ സങ്കടപ്പെടുന്നത്? നിൻ്റെ സങ്കടമാണ് മുത്തശ്ശിനെ കൂടുതൽ തളർത്തുന്നത്. അവിടെ ലോക്കപ്പിൽ കിടന്നത് പോലും എന്നെ തളർത്തിയിട്ടില്ല. എൻ്റെ മുഖത്ത് അതിൻ്റെ വേദന എന്തെങ്കിലും ഉണ്ടോ? ഈ സമയം വരുൺ പറയണേ, മുത്തശ്ശിയെ ഞങ്ങളെ വിഷമിപ്പിക്കാതിരിക്കാനായിട്ട് മനസ്സിലുള്ള വേദനയും സഹിച്ച അപമാനമൊക്കെ മറച്ചു വെക്കുവാണ്. എനിക്കറിയാം മുത്തശ്ശിയുടെ മനസ്സ് എത്രത്തോളം നീറിയിട്ടുണ്ടെന്ന്. ഞാൻ എപ്പോഴെങ്കിലും തളർന്നു പോകുമ്പോഴോ എനിക്കൊരു സങ്കടം വരുമ്പോഴോ ഞാൻ ഓടി വരുന്നത് എൻ്റെ മുത്തശ്ശിയുടെ അരികിലേക്കാണ്. അങ്ങനെയുള്ള എൻ്റെ മുത്തശ്ശിയ ഇന്ന് ഒരു തെറ്റും ചെയ്യാതെ ജയിലിൽ കിടക്കേണ്ടി വന്നത്. മുത്തശ്ശി ജയിലിൽ കിടക്കുന്ന ആ ഒരു മുഖമുണ്ടല്ലോ, അതോർക്കുമ്പോൾ എനിക്ക് സങ്കടം സഹിക്കാൻ പറ്റുന്നില്ല മുത്തശ്ശി. ഞങ്ങളോടുള്ള പ്രതികാരം തീർക്കാനാണ് അവർ മുത്തശ്ശീനെ കരുവാക്കിയത്. അതിനു വേണ്ടിയിട്ടാണ് അവർ മുത്തശ്ശീനെ ജയിലിലാക്കിയത്. അത് ഞാൻ വെറുതെ ഇവിടെ ഉദ്ദേശിച്ചിട്ടില്ല. ആ CI ഉണ്ടല്ലോ, അവൻ്റെ തൊപ്പി ഞാൻ തീർപ്പിക്കും. അന്നേരം ജയഭാരതി പറയണേ, എടാ മോനെ വേണ്ടടാ, ആവശ്യമില്ലാത്ത പ്രശ്നങ്ങളിലേക്കൊന്നും പോകണ്ട. അയാൾക്കുള്ള ശിക്ഷയാണല്ലോ, അത് ദൈവം തന്നെ കൊടുത്തോളും. നീ വെറുതെ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും ചെയ്ത് കൂടുതൽ പ്രശ്നത്തിലേക്ക് പോകണ്ട കേട്ടോ. സമയമാകുമ്പോൾ അയാൾക്ക് കിട്ടേണ്ടത് അയാളായിട്ട് തന്നെ വാങ്ങിച്ച് കൂട്ടിക്കോളും. രണ്ടാൾ റൂമിലേക്ക് പോയിക്കേ, സമാധാനത്തോടെ കിടക്ക്. ഇന്ന് നിങ്ങളെ ശല്യപ്പെടുത്താനേ പ്രിയങ്കയും മുത്തശ്ശിയൊന്നും ഇവിടെ ഇല്ല. അതുകൊണ്ട് 2 പേർക്ക് സമാധാനത്തോടെ കിടക്കാം. ഈ സമയം രാധിക പറയണേ, അതിന് ഞങ്ങൾ ഒരിടത്തേക്കും പോകുന്നില്ല. ഞങ്ങളിത് മുത്തശ്ശിയോടൊപ്പം ഇവിടെയാണ് കിടക്കാൻ പോകുന്നത്. ഒന്നും മിണ്ടാതിരുന്ന പെണ്ണെ, 2 പേര് റൂമിൽ പോയി കിടന്നാൽ മതി. അല്ലെങ്കിൽ അതെനിക്കൊരു ബുദ്ധിമുട്ടാവും. എനിക്കൊന്ന് സമാധാനമായിട്ട് കിടക്കണം. പോയേ 2 വേഗം പൊയ്ക്കേ എന്ന് പറഞ്ഞ് 2 പേരെയും പുറത്തേക്ക് പറഞ്ഞു വിടുവാണ്ടോ ജയഭാരതി അമ്മ. പിന്നീട് കാണിക്കുന്നത് മുത്തശ്ശിയും പ്രിയങ്കയും കൂടി റൂമിലിരുന്ന് സംസാരിക്കുന്നതാണ്. അന്നേരം പ്രിയങ്ക പറയണേ, അവിടെ കണിമംഗലത്തെ ജയഭാരതി അമ്മ ആ സ്റ്റേഷനിലെ വെറും തറയിൽ തണുത്ത് പറിച്ചപ്പോൾ കിടക്കുമായിരിക്കും അല്ലേ മുത്തശ്ശി? പിന്നല്ലാതെ അവരെ ഉണ്ടല്ലോ CI സാറ് ശരിക്കും കുടഞ്ഞെടുത്തിട്ടുണ്ടാവും. ആ ജയഭാരതിയുടെ എല്ലാ അഹങ്കാരവും ഇന്നത്തോടു കൂടി തീർന്നു കിട്ടും.
അല്ല, ആ സി ഐ പറഞ്ഞത് ഇന്ന് തന്നെ രാധികേനെ അവിടെ നിന്ന് പുറത്താക്കിയിട്ട് വരുണിൻ്റെ ജീവിതത്തിൽ നിന്ന് തന്നെ എന്നേക്കും ഒരാളെ പുറന്തള്ളപ്പെടുത്തുമെന്നല്ലേ? അതിനുള്ള എന്തെങ്കിലും കാര്യം അയാൾ ചെയ്തിട്ടുണ്ടാകുമോ? അവിടെ എന്തായിരിക്കും നടന്നിട്ടുണ്ടാവുക? ഇനി അവരവരുടെ സ്വാധീനവും ഉപയോഗിച്ച് ആ മുത്തശ്ശിയെ പുറത്തിറക്കി കാണുമോ? അതിനൊരു സാധ്യതയില്ല. അതിന് ആ സി ഐ സമ്മതിച്ചിട്ട് വേണ്ടേ? അക്കാര്യത്തിൽ നീ പേടിക്കണ്ട. എന്നാണെങ്കിലും ആ സി ഐനൊന്ന് വിളിച്ചു നോക്കാം. അവിടുത്തെ കാര്യങ്ങൾ എങ്ങനെയാണെന്നറിയാമല്ലോ. അത് ശരിയാ, ആ സി ഐ ഈശ്വരനാ. എങ്കിലും ചില സമയത്ത് അയാളൊരു പൊട്ടനാണ്. ഞാനിതുവരെ ബുദ്ധിയില്ലാത്തവളായിട്ട് അഭിനയിക്കുകയാണെന്ന് അയാൾക്ക് ഇതുവരെ മനസ്സിലായില്ലല്ലോ. കണിമംഗലത്തേക്ക് അവർ അറസ്റ്റ് ചെയ്യാൻ ചെന്നപ്പോൾ അവിടെയുള്ള എല്ലാവരും ഒരുപോലെ പറഞ്ഞു കാണും പ്രിയങ്കയ്ക്ക് ബുദ്ധിശക്തി ഉണ്ടെന്ന്. എന്നിട്ടും അയാൾക്ക് എന്തെങ്കിലും മനസ്സിലായോ? ഇല്ലല്ലോ. അന്നേരം മുത്തശ്ശേരനെ അയാൾ പൊട്ടനായിരിക്കുന്നത് തന്നെയല്ലേ നമുക്ക് ഗുണം. നമ്മുടെ കാര്യങ്ങൾ നടക്കുമല്ലോ. നീ ഫോൺ എടുക്ക്. അങ്ങനെ ഫോണെടുത്ത് സി ഐയുടെ നമ്പറിലേക്ക് വിളിക്കുവാണ് കേട്ടോ സുകുമാരി. ഹലോ സാറേ, രാവിലെ ഞങ്ങൾക്ക് കുറച്ച് വാക്കൊക്കെ തന്നിരുന്നു. ഇന്ന് രാത്രി തന്നെ രാധിക എന്നേക്കുമായിട്ട് വരുണിൻ്റെ ജീവിതത്തിൽ നിന്ന് ഇറങ്ങിപ്പോകുമെന്ന്. അവിടുത്തെ കാര്യങ്ങൾ എന്തൊക്കെയായി? ആ ജയഭാരതി ഇപ്പോഴും ലോക്കപ്പിൽ തന്നെയല്ലേ ഉള്ളത്? പിന്നല്ലാതെ. അങ്ങനെ എൻ്റെ കസ്റ്റഡിയിൽ നിന്നും അവർക്ക് എങ്ങനെ പെട്ടെന്ന് ഊരിപ്പോകാൻ പറ്റുമെന്ന് തോന്നുന്നുണ്ടോ? പ്രിയങ്കയ്ക്ക് തിരിച്ച് കണിമംഗലത്തേക്ക് കയറണ്ടേ? അതിന് നാളെ തന്നെ കയറാൻ പറ്റുമോ സാറേ? നാളെ നിങ്ങൾ രണ്ടുപേരും കൂടി വാ. പുതിയ കുറച്ച് പ്ലാനൊക്കെ ഉണ്ട്. അതിനെക്കുറിച്ച് സംസാരിക്കാനാണ്. നേരിൽ കണ്ട് സംസാരിക്കാം. എല്ലാം ഡീറ്റെയിൽ ആയിട്ട് പറയാം. പിന്നീട് പ്രിയങ്കയ്ക്ക് എന്നേക്കുമായിട്ട് കണിമംഗലത്തിനകത്തേക്ക് കയറാനും പറ്റും. ശരി സാറേ, നാളെ തന്നെ ഞങ്ങൾ അങ്ങോട്ടേക്ക് വന്നേക്കാം. പിന്നെ അവർക്ക് വലിയ പിടിപാടൊക്കെ ഉള്ളതാ. ആര് വന്ന് പറഞ്ഞാലും സാർ ഒരു കാരണവശാലും അവരെ വിട്ടേക്കാൻ പാടില്ല. ഇപ്പോൾ അവർ എൻ്റെ കസ്റ്റഡിയിലുണ്ടല്ലോ. അപ്പോൾ നാളെയും അവിടെ തന്നെ കിടക്കും. ശരി സാറേ, അത് കേട്ടാൽ മതി. അങ്ങനെ പറഞ്ഞ സന്തോഷത്തോടെ സുകുമാരി ഫോൺ വെക്കുവാണ്. ഈ സമയം സി ഐ എന്തോ ആലോചിച്ച് പ്ലാനൊക്കെ ചെയ്ത് ചിരിച്ചുകൊണ്ട് നിൽക്കുവാണ് കേട്ടോ അവിടെ. ഈ സമയം സുകുമാരി പ്രിയങ്കയോട് പറയുന്നുണ്ട്, എടി മോളെ, ആ സി ഐ ഉണ്ടല്ലോ എന്തോ ഒരു വലിയ പ്ലാൻ തന്നെ ഒരുക്കി വെച്ചിട്ടുണ്ട്. നാളെ തന്നെ മിക്കവാറും നമുക്ക് കണിമംഗലത്തേക്ക് തിരിച്ച് കയറാൻ പറ്റുമെന്നാണ് തോന്നുന്നത്. അതിനുള്ള എന്തോ പ്ലാൻ തയ്യാറാക്കിയിട്ടുണ്ടെന്ന് അയാൾ പറയുന്നത്. നാളെ നമ്മളെ നേരി കണ്ട് കാര്യങ്ങൾ സംസാരിക്കണം എന്നാണ് സാറ് പറഞ്ഞിരിക്കുന്നത്. എന്താണെങ്കിലും നിനക്ക് ബുദ്ധിയില്ലാന്ന് വിശ്വസിച്ചുകൊണ്ട് തന്നെയാണ് അയാളിപ്പോഴും നമ്മുടെ കൂടെ നിൽക്കുന്നത്. ഈ ബുദ്ധിക്ക് സ്ഥിരതയില്ലാത്തവരോടെ എല്ലാവർക്കും ഒരു അനുകമ്പയൊക്കെ ഉണ്ടാകുമല്ലോ. അതുള്ളത് കൊണ്ട് തന്നെയാണ് അയാൾ എന്തിനും എതിരും നമ്മുടെ കൂടെ നിൽക്കുന്നത്. നിന്നെ എങ്ങനെയെങ്കിലും കണിമംഗലത്ത് എത്തിക്കാനും ശ്രമിക്കുന്നത്. അയാളൊരു പൊട്ടനായത് നമ്മുടെ ഭാഗ്യം. അന്നേരം പ്രിയങ്ക പറഞ്ഞേ, അല്ല അതിനുവേണ്ടി എല്ലാ കാലത്തും ഞാൻ ഈ അഭിനയം തുടരണമെന്നാണോ മുത്തശ്ശി പറയുന്നത്? അങ്ങനെയൊന്നും അല്ല. അധികം വൈകാതെ തന്നെ നീ കണിമംഗലത്തിൻ്റെ ഉടമയാകും. പിന്നീട് നമുക്ക് ഈ അഭിനയത്തിൻ്റെ ഒന്നും ഒരാവശ്യം വരുന്നില്ലല്ലോ. മോളെ, നീ എന്താണെങ്കിലും ധൈര്യമായിട്ട് സ്വപ്നങ്ങളൊക്കെ കണ്ട് കിടന്നുറങ്ങിയോ. നാളത്തെ ദിവസമേ മിക്കവാറും നമ്മുടെ ദിവസം തന്നെ ആയിരിക്കും. അങ്ങനെ അതെല്ലാം കേട്ട സന്തോഷത്തോടു കൂടി നിൽക്കുവാണ് കേട്ടോ പ്രിയങ്ക. പിന്നീട് കാണിക്കുന്നത് റൂമിലിരിക്കുന്ന വരുണൻ രാധികനെയാണ്. ഈ സമയം രാധിക പറയണേ, എന്നാലും മുത്തശ്ശിയുടെ ധൈര്യം സമ്മതിച്ചേ പറ്റുള്ളൂ. വേറെ ഏതെങ്കിലും സ്ത്രീ ആയിരുന്നെങ്കിൽ ഈ ഒരു സാഹചര്യത്തിൽ മാനസികമായിട്ട് ആകെ തകർന്ന് വല്ലാത്തൊരവസ്ഥയിലായി പോയാന്. മുത്തശ്ശിയുടെ മനസ്സിൻ്റെ ശക്തി കൊണ്ടാണ് മുത്തശ്ശി ഇങ്ങനെ പിടിച്ചു നിൽക്കുന്നത്. അതുകൊണ്ടാണ് നമ്മളും ഇങ്ങനെ പിടിച്ചു നിൽക്കുന്നത്. അല്ല വരുൺ, എന്താണെങ്കിലും മുത്തശ്ശി പറഞ്ഞ ഒരു കാര്യം സത്യമാണ്. എന്നെന്താണെങ്കിലും നമുക്ക് സമാധാനത്തോടെ കിടന്നുറങ്ങാം. പ്രിയങ്കയുടെ മുത്തശ്ശിയിലും ശല്യമൊന്നുമില്ലല്ലോ. കുറേ ദിവസങ്ങൾക്ക് ശേഷം സന്തോഷത്തോടെ കിടന്നുറങ്ങാൻ പോകുന്നൊരു ദിവസം. അല്ല, ഞാൻ ഇത്രയൊക്കെ പറഞ്ഞിട്ടും വരുൺ എന്താ ഇങ്ങനെ ഒന്നും മിണ്ടാതെ നിൽക്കുന്നത്? മുത്തശ്ശിയുടെ കാര്യം ആലോചിച്ചിട്ടാണോ? അല്ലടോ. പിന്നെ എന്താ വരുണിൻ്റെ പ്രശ്നം? താൻ ശരിക്കും സന്തോഷത്തിലാണോ? അതെന്താ വരുൺ അങ്ങനെ ചോദിച്ചത്? പിന്നെ എന്നെ കണ്ട സങ്കടമുള്ള പോലെ തോന്നുമോ? മുത്തശ്ശിയെ നമ്മൾ പുറത്തിറക്കിയില്ലേ? മാത്രമല്ല പ്രിയങ്കേനെ മുത്തശ്ശീനെ ഈ വീട്ടിൽ നിന്ന് പുറത്താക്കി. അവരുടെ ശല്യമില്ല. പിന്നെ സന്തോഷത്തിന് എനിക്കെന്താ കുറവ്? വരുൺ എന്താ ഇപ്പോൾ സന്തോഷത്തിന് കുറവ്? അന്നേരം വരുൺ പറയണേ, എനിക്ക് സന്തോഷം വന്നുവെങ്കിലേ ഭാര്യയായ താൻ ചെയ്യേണ്ട ചില കടമകളൊക്കെ ഉണ്ട്. അതൊക്കെ ചെയ്തില്ലെങ്കിൽ ഇങ്ങനെ എൻ്റെ മുഖം ഇരിക്കൂ. അത് കേൾക്കുന്നതും രാധിക പറയണേ, മനസ്സിലായി. അപ്പോൾ അതിനു വേണ്ടിയായിരുന്നല്ലേ ഈ മോന്തേ കയറ്റി വെച്ചുള്ള ഇരിപ്പും? ഉമ്മ കിട്ടാൻ വേണ്ടിയിട്ടായിരിക്കുമല്ലേ ഇങ്ങനെയൊക്കെ പറയുന്നത്? എന്നാലേ ഇന്നൊന്നും കിട്ടാൻ പോകുന്നില്ല. അതെന്താ? എനിക്ക് താല്പര്യമില്ല, അതുകൊണ്ട് തന്നെ. അന്നേരം വരുൺ പിണങ്ങി തിരിഞ്ഞിങ്ങനെ ഇരിക്കുവാണ് കേട്ടോ. ഈ സമയം രാധിക ചിരിച്ചുകൊണ്ട് വരുണിൻ്റെ അഴുകി വന്നിരിക്കുവാണ്. അങ്ങനെ വരുണിൻ്റെ തോളിൽ കൈയിട്ട് വരുണിൻ്റെ കവളൊരു കൊടുക്കുവാണ്. ഈ സമയത്തും വരുണിൻ്റെ മുഖത്ത് വലിയ മാറ്റമൊന്നുമില്ല. അന്നേരം രാധിക ഒന്നുകൂടി കൊടുക്കുവാണ് കേട്ടോ. എന്താ ഇപ്പോഴും സന്തോഷമില്ലേ? എടോ, ഇത് ഞാൻ നിർബന്ധിച്ചുകൊണ്ടല്ലേ തന്നത്, അല്ലാതെ മനസ്സറിഞ്ഞ് തന്നതല്ലല്ലോ. അന്നേരം രാധിക ചോദിക്കണേ, എന്താണെങ്കിലും കിട്ടേണ്ടത് കിട്ടിയില്ലേ? അതിപ്പോൾ നിർബന്ധിച്ചാണെങ്കിലും മനസ്സറിഞ്ഞാണെങ്കിലും രണ്ട് രീതിയിലാണെങ്കിലും തരുന്നത് ഞാൻ തന്നെയല്ലേ. അപ്പോൾ പിന്നെ അതിലെന്താ ഇത്ര വ്യത്യാസമുണ്ട്. എന്ത് വ്യത്യാസം? അന്നേരം വരുൺ പ്രണയത്തോടെ രാധികനെ ഇങ്ങനെ നോക്കിയിട്ട് രാധികയുടെ കവളിലൊരു മോടുക. കണ്ടോ, ഇത് തന്നെയാണ് വ്യത്യാസം. ശരി, ഇപ്പം സന്തോഷം വന്നില്ലേ? ഇപ്പോൾ വന്നു. എന്നാലേ വേഗം കിടന്നുറങ്ങാൻ നോക്കും.
അങ്ങനെ അവർ രണ്ടുപേരും കിടന്നുറങ്ങുവാണ്. പിന്നീട് കാണിക്കുന്നത് അടുത്ത ദിവസം CA പറഞ്ഞ സ്ഥലത്ത് കാത്തു നിൽക്കുന്ന പ്രിയങ്കേനെ മുത്തശ്ശീനെയാണ് കേട്ടോ. അന്നേരം പ്രിയങ്ക ചോദിക്കുന്നുണ്ട്, അല്ല മുത്തശ്ശി, എങ്ങനെയെങ്കിലും എന്നെയും കൂടി ഒന്ന് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയാൽ മതിയായിരുന്നു. നീ എന്താടി ഇപ്പം ഇങ്ങനെ പറയുന്നത്? എല്ലാവരും സ്റ്റേഷനിൽ കേരള എന്നാണ് പ്രാർത്ഥിക്കുന്നത്. അതല്ല മുത്തശ്ശി, അവിടെ സ്റ്റേഷനിൽ സെല്ലിനകത്ത് തണുത്ത് വരച്ചിരിക്കുന്ന ആ ജയഭാരതി മുത്തശ്ശീനെ ഉണ്ടല്ലോ, അവരൊന്ന് നേരിട്ട് കണ്ട് സന്തോഷിക്കാൻ വേണ്ടിയല്ലേ ഞാൻ പറഞ്ഞത്. നീ പറഞ്ഞ നേരാ, ആ ഒരു ആഗ്രഹം എനിക്കുമുണ്ട്. എന്താണെങ്കിലും CA വരുന്നുണ്ടല്ലോ, നമുക്ക് ചോദിക്കാം. അന്നേരം ആയിരിക്കോട്ടോ CAയും ഗൗതമും കൂടി കാറിൽ അവിടെ എത്തുന്നത്. അന്നേരം അവരെ കാണുന്നത് സുകുമാരി ചോദിക്കണേ, എന്താ സാറേ, ഞങ്ങൾക്ക് ഇന്ന് തന്നെ കടമംഗലത്തേക്ക് തിരിച്ചു കയറാൻ പറ്റുമോ? അതിനുള്ള പ്ലാൻ എന്താണ്? ഞങ്ങൾ എന്താണെങ്കിലും ചെയ്യാൻ റെഡിയായിട്ട് തന്നെയാണ് നിൽക്കുന്നത്. ഈ സമയം ഗൗതം പറയണേ, അതിനൊക്കെയുള്ള പ്ലാൻ പറയാം. അല്ല, പ്രിയങ്കയുടെ അസുഖമൊക്കെ മാറിയല്ലേ? ആര് പറഞ്ഞു? അല്ല, അങ്ങനെയാണ് എല്ലാവരും പറയുന്നത്. അതൊക്കെ ചുമ്മാ പറയുന്നതാ. ആ കണിമംഗലത്തുള്ളവരാണ് അങ്ങനെയൊക്കെ പറഞ്ഞ് കഥ ഉണ്ടാക്കുന്നത് അല്ലേ മോനെ? അവർക്ക് അങ്ങനെയൊക്കെ പറഞ്ഞാലല്ലേ പറ്റൂ, എന്നാലല്ലേ ഇവളവിടെ കയറ്റാതിരിക്കാൻ പറ്റൂ. എൻ്റെ കൊച്ചിന് ഒരു മാറ്റവും ഇല്ല. ഈ സമയം പറയുക കൊച്ചുകുട്ടികളെപ്പോലെ പറയണേ, മുത്തശ്ശി വിശക്കുന്നു, വാ പോകാം. കണ്ടില്ലേ സാറേ? ഈ സമയം ഗൗതവും CAയും പരസ്പരം ഇങ്ങനെ നോക്കുവാണ്. എന്നിട്ട് ഗൗതം പറയണേ, മുത്തശ്ശി, ചെറിയൊരു പ്രശ്നമുണ്ട്. ജയഭാരതി മുത്തശ്ശിയെ ഇപ്പോൾ പോലീസ് സ്റ്റേഷനിലില്ല. ഇന്നലെ തന്നെ അവർ ജാമ്യത്തിലെടുത്തോണ്ട് പോയി. എൻ്റെ സാറെന്ത് പണിയാണ് കാണിച്ചത്? ആര് വന്നാലും വിടില്ലെന്ന് എനിക്ക് വാക്ക് തന്നതല്ലേ? അന്നേരം ഗൗതം പറയുന്നുണ്ട്, സാറിനെ കുറ്റപ്പെടുത്തിയിട്ട് ഒരു കാര്യമില്ല. മുകളിൽ നിന്നൊക്കെ വലിയ പ്രഷറായിരുന്നു. കളക്ടറും ഹോം മിനിസ്റ്ററും ഒക്കെ മാറി വിളിക്കുമായിരുന്നു. അപ്പം പിന്നെ സാറിന് മറ്റൊരു മാർഗ്ഗമില്ലല്ലോ. അതെ, അവരുടെ പിടിയെ അങ്ങ് മുകളിലുണ്ട്. ഇനിയിപ്പോൾ എന്ത് ചെയ്യും സാറ്? ഞങ്ങൾ വലിയ പ്രതീക്ഷയിലായിരുന്നു. ഈ സമയം ഗൗതം പറയുന്നുണ്ട്, പിന്നെ മുത്തശ്ശി, മറ്റൊരു കാര്യം കൂടി ഞങ്ങൾക്ക് പറയാനുണ്ട്. അത് അന്ന് പ്രിയങ്കയ്ക്ക് പകരം മറ്റൊരു നാട്ടോടി പെൺകുട്ടിയുടെ ബോഡിയാണല്ലോ കത്തിക്കരിഞ്ഞത്. ശരിക്കും ആ പെൺകുട്ടിയുടെ സ്ഥാനത്ത് പ്രിയങ്കയായിരുന്നു വരേണ്ടിയിരുന്നത്. ഇപ്പോൾ അതിൻ്റെ പേരിൽ ഒരു അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി പ്രിയങ്ക സ്വന്തം ജീവൻ രക്ഷിക്കാൻ വേണ്ടി ആ പെൺകുട്ടിയെ ബലിയാടാക്കിയതാണോ എന്നുള്ള രീതിയിലുള്ള സംശയമാണ് അവർക്കിടയിൽ ഉയർന്നു വരുന്നത്. അപ്പോൾ അതിൻ്റെ പേരിൽ പ്രിയങ്കയെ അറസ്റ്റ് ചെയ്ത് കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യാനൊക്കെയാണ് തീരുമാനിച്ചിരിക്കുന്നത്. ഇതിൻ്റെ പേര് അന്വേഷണത്തിൻ്റെ അടുത്തത് ക്രൈംബ്രാഞ്ച് ആണെന്നാണ് കേട്ടിരിക്കുന്നത്. അത് കേൾക്കുന്നത് പ്രിയങ്ക ഒന്ന് ഞെട്ടുവാ, അയ്യോ എന്ന് പറയുവാണ് കേട്ടോ. ഈ സമയം മുത്തശ്ശി ചോദിക്കണേ, അയ്യോ അതിന് എൻ്റെ കൊച്ചിന് എന്ത് ചെയ്തിട്ടാ ഈ ബുദ്ധിക്ക് സ്ഥിരതയില്ലാത്ത കൊച്ചിനെ എന്തിൻ്റെ പേരിൽ അറസ്റ്റ് ചെയ്യാൻ പോകുന്നത്? ഇതിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് എന്തോ ഒരു മാർഗം. അന്നേരം ഗൗതം പറയുക, ഇപ്പോൾ അച്ഛൻ അതിൻ്റെ പേരിലാണല്ലോ ജയിലിനകത്ത് കിടക്കുന്നത്. അച്ഛനായ ഒരു കൊലപാതകത്തിൽ യാതൊരു പങ്കുമില്ലെന്ന് തെളിഞ്ഞു കഴിഞ്ഞാൽ അച്ഛനിലൂടെ പ്രിയങ്കയ്ക്കുള്ള എതിരെയുള്ള കേസ് നമുക്ക് പിൻവലിപ്പിച്ചെടുക്കാൻ പറ്റും. മാത്രമല്ല, കണിമംഗലംകാരെ മുഴുവൻ മുട്ടുകുത്തിച്ചിട്ട് അച്ഛൻ പ്രിയങ്കയ്ക്ക് വേണ്ടി കണിമംഗലം വെട്ടിപ്പിടിക്കുകയും ചെയ്യും. ഇതെല്ലാം നടക്കണമെങ്കിൽ അച്ഛൻ പുറത്തു വരണം. അന്നേരം സുകുമാരി പറയണേ, എന്നാൽ പിന്നെ എങ്ങനെയെങ്കിലും ചന്ദ്രശേഖര സാറിനെ പുറത്തെത്തിച്ചൂടെ? അതിനെ പ്രിയങ്കയുടെ മൊഴിയാണ് വേണ്ടത്. നേരായ ബുദ്ധിയിൽ പ്രിയങ്ക വന്ന് അച്ഛൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞാൽ മാത്രമേ അച്ഛന് പുറത്തിറങ്ങാൻ പറ്റുള്ളൂ. അയ്യോ, അത് പിന്നെ എങ്ങനെ പറയാനാണ്? ഇവൾക്ക് ബുദ്ധിയില്ലല്ലോ. അന്നേരം CA പറയണേ, അങ്ങനെയാണെങ്കിൽ പിന്നെ കാര്യങ്ങളൊന്നും നടക്കില്ല. വരുന്ന പോലെ വരട്ടെ എന്ന് വിചാരിക്കണം. പ്രിയങ്കയെ പോലീസ് അറസ്റ്റ് ചെയ്യട്ടെ, അവർ കാര്യങ്ങൾ അന്വേഷിക്കട്ടെ. ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പൂർണ്ണമായ മനസ്സോടെ നിന്ന് ഒരു കാര്യം ചെയ്യുമ്പോൾ നിങ്ങൾ ഞങ്ങളുടെ ആത്മാർത്ഥത കാണിക്കുന്നില്ലെങ്കിൽ പിന്നെ ഞങ്ങൾ എന്ത് ചെയ്യാനാ? എന്താണെങ്കിലും ഇനി നിങ്ങൾക്ക് വേണ്ടി ഒരു സഹായത്തിന് ഞാനില്ല. ഇനിയൊരു സസ്പെൻഷൻ കൂടി വാങ്ങാനേ എനിക്ക് തീരെ ആഗ്രഹമില്ല. ഗൗതം, തനിക്ക് വേണമെങ്കിൽ ഇവരെ സഹായിക്കുകയോ എന്താണെന്ന് വെച്ചാൽ ചെയ്യാം. അന്നേരം ഗൗതം പറഞ്ഞേ, ഞാനും ഇല്ല. എൻ്റെ അച്ഛനെ പുറത്തിറക്കാൻ സഹായിക്കാത്ത ഇവരോട് ഇനിയൊരു വിട്ടുവീഴ്ചയ്ക്കും ഞാനും തയ്യാറല്ല. അങ്ങനെ പറഞ്ഞ് CAയും ഗൗതമും അങ്ങോട്ട് മാറി നിൽക്കുവാണ്. ഈ സമയം മുത്തശ്ശിയും പ്രിയങ്കയും തമ്മിൽ സംസാരിക്കുന്നൊക്കെയുണ്ട്. അന്നേരം മുത്തശ്ശി പറയണേ, സാറേ, പ്രിയങ്ക മോള് ശരിയായ ബോധത്തോടു കൂടി തന്നെ അവിടെ കോടതി വന്ന് ചന്ദ്രശേഖര സാറിന് വേണ്ടി മൊഴി കൊടുക്കും. അന്നേരം CA ചോദിക്കണേ, ഇതെങ്ങനെയാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്? മുമ്പുകൾ ഇതുപോലെ തന്നെ പറഞ്ഞിട്ട് അവിടെ കോടതിയിൽ ബുദ്ധിയില്ലാത്തവളെ അഭിനയിച്ചു. അതിൻ്റെ പേരിലാണ് എൻ്റെ അച്ഛൻ ഇപ്പോഴും ജയിലിൽ കിടക്കുന്നത്. അന്നേരം മുത്തശ്ശി പറയണേ, എൻ്റെ സാറേ, ഇത് അതുപോലെയൊന്നുമല്ല. ഇവൾക്ക് ബുദ്ധിക്ക് ഒരു കുഴപ്പമില്ല. നീ തന്നെ പറഞ്ഞു കൊടുക്ക്. അന്നേരം പ്രിയങ്ക പറയണേ, എൻ്റെ ബുദ്ധിക്ക് ഒരു കുഴപ്പമില്ല. ഞാൻ നിങ്ങൾ പറയുന്നത് പോലെ തന്നെ കോടതി വന്ന് പറഞ്ഞോളാം. ഇത് കേൾക്കുന്നതും ഗൗതം പറയണേ, എന്നാലും ഇവളൊരു അതിബുദ്ധിമുട്ട് തന്നെ. നമ്മൾ ഇവളെ സഹായിക്കാൻ വേണ്ടി ഇവളുടെ കൂടെ നിന്നു, എന്തൊക്കെ സഹായങ്ങൾ ചെയ്തു. എന്നിട്ടും അങ്ങനെ കൂടെ നിന്ന നമ്മളെപ്പോലും ഇവളെ വിഡ്ഢികളാക്കുമായിരുന്നില്ലേ സാറേ? അന്നേരം സുകുമാരി പറയണേ, അതിൻ്റെ മോളുടെ അന്നേരത്തെ അവസ്ഥ കാരണമാണ്. അവൾ ഭയന്നിട്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്തത്. അങ്ങനെ പറഞ്ഞ് നിൽക്കുന്ന ആ ഒരു സീനൊക്കെ കാണിച്ചുകൊണ്ടാണ് കേട്ടോ എപ്പിസോഡ് തീരുന്നത്. പിന്നീട് പ്രൊമോയിൽ കാണിക്കുന്നത് ഹോസ്പിറ്റലിലെത്തുന്ന CI മോഹനെയാണ്. ഈ സമയം 2 പെൺകുട്ടികൾ അവിടെ നിൽക്കുന്നുണ്ടാവും. അവരുമായിട്ട് CI മോഹൻ എന്തിൻ്റെയോ പേരിൽ തർക്കിക്കുകയും അതിലൊരു പെൺകുട്ടിയുടെ കൊങ്ങയിലൊക്കെ കയറി പിടിച്ച് ആകെ ബഹളം ഉണ്ടാക്കിയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. ഈ സമയം ഈ കാഴ്ച കണ്ട് ആരോ അത് ഫോണിൽ ഷൂട്ട് ചെയ്യുന്നുണ്ട്. മിക്കവാറും അത് രാധിക ആവാനാണ് സാധ്യത.
പിന്നീട് പ്രിയങ്കയും മുത്തശ്ശിയും കൂടി കനിമംഗലത്ത് കയറുന്നതിനെക്കുറിച്ചും ചന്ദ്രശേഖരൻ പുറത്തു വന്നു കഴിഞ്ഞാൽ പിന്നെ നിന്നെ അവിടെ എത്തിക്കാൻ വേണ്ടി അയാൾ തന്നെ വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തോളും എന്നൊക്കെ പറഞ്ഞ് അവിടെ സന്തോഷത്തോടെ നിൽക്കുന്ന ആ ഒരു സീനൊക്കെയാണ് പ്രൊമോയിൽ കാണിക്കുന്നത്. അപ്പോൾ ഈ ഒരു റിവ്യൂ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാത്ത വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണേ. ഇതുപോലുള്ള കൂടുതൽ റിവ്യൂസിനായിട്ട് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തും കൂടി സപ്പോർട്ട് ചെയ്യണേ. താങ്ക്